തെലുങ്കു. ഓക്കെ, അതാ ശരി. താല്പര്യം ഉണ്ടെങ്കിൽ ഹിമാലയൻ ഒന്ന് ഓടിച്ചു നോക്കാം. 450 ഒരു കുടിയൻ തന്നെയാണ്. തിരക്കിലായിരുന്നോ? ആയിരുന്നോ? തിരക്കിലാണെങ്കിൽ കുഴപ്പമില്ല. ഒരു കപ്പിൾസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരോട് ചോദിക്കണം. വേണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ എണീറ്റ് തന്നാൽ മതി. അതവിടെ തീർന്നു. ഹിമാലയൻ ഓടിച്ചിട്ട് എന്ത് തോന്നി? ബൈക്കൊന്ന് സ്വാപ്പ് ചെയ്ത് ഓടിച്ചു നോക്കുന്നോ? ഈ കോക്പിറ്റ് വ്യൂ കൊണ്ട് മാത്രം ഇത് ഓടിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എടുത്തു പോകും. സോ നമ്മളൊരു GT സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് മുതലേ ഞാനിങ്ങനെയാണ്. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. തമിഴ്നാട് രജിസ്ട്രേഷൻ, ആന്ധ്രാപ്രദേശുകാരൻ്റെ ADV 250 ആണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മുടെ അടുത്ത് എന്നുള്ളത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 ആണ്. ആൻഡ് ഇത് നമ്മുടെ ബൈക്ക് സ്വാപ്പിംഗ് സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഓല സ്വാപ്പ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഈ സീരീസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് നമ്മൾ പുതിയ ബൈക്സ് എടുത്ത് ജസ്റ്റ് ട്രാവൽ ചെയ്യുന്നു. നമ്മൾ ഓൺ ദ ഗോയിൽ കാണുന്ന റാണ്ടം ആൾക്കാർക്ക് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതത്തോടുകൂടി അവരുടെ ബൈക്കുമായിട്ട് ഈ വണ്ടി സ്വാപ്പ് ചെയ്ത് ഓടിക്കുന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസ് അറിയുന്നു. ഇപ്പം വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള, വണ്ടി കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലുള്ള അടിപൊളി ബൈക്കുകൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. നമ്മുടെ ഒരു ഫ്രണ്ട് ഹിമാലയൻ ഓടിച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ആൾക്ക് കൊടുത്ത് ആളുടെ എക്സ്പീരിയൻസ് എടുക്കാം. ഏയ്, ഇതിട്ടോണ്ട് പോ. സ്റ്റാപ്പിട്. ഓടിച്ചാൽ നീ ഇഷ്ടപ്പെടും. എങ്ങനുണ്ട്? പോവാ. അപ്പോൾ സിംപ്ലി നമ്മൾ ഇപ്പം ടൗണിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന വഴിയിൽ കാണുന്ന റാൻഡായിട്ടുള്ള ആൾക്കാർക്ക് ജസ്റ്റ് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബൈക്കുമായിട്ട് ഈ വണ്ടി സ്വാപ്പ് ചെയ്ത് ഓടിക്കുന്നത്. ഒരു ഡൊമിനാറിലേ പോയി. ദാറ്റ് സീംസ് ഗുഡ്. ഓക്കെ, അതാ ഒരു ഡൊമിനാറിലേ പോകുന്നത്. 250 ആണ്. നമുക്ക് ചോദിച്ചു നോക്കാം. ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഹിമാലയൻ ആൾക്ക് കൊടുത്ത് ആളുടെ വണ്ടി നമുക്ക് ഓടിച്ചു നോക്കാം. ആൾ മൈൻഡ് ചെയ്യുന്നില്ല. ഹായ്, തിരക്കിലായിരുന്നോ? ഞാൻ യൂട്യൂബിൽ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വൈപ്പർ സാൻഡ എന്നാ ചാനലിൻ്റെ പേര്. ഇപ്പം തിരക്കിലല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിമാലയനാ, പുതിയ വണ്ടിയാണ്. ബൈക്കൊന്ന് സ്വാപ്പ് ചെയ്ത് ഓടിച്ച് നോക്കുന്നോ? ഓ, കൂട്ടുകാർ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ കണ്ടപ്പോൾ ഓർത്തു വൈപ്പർ സാൻഡ ഉണ്ടല്ലേ. വണ്ടി അടിപൊളി, ടോപ്പല്ലേ. എന്നായിക്കട്ടെ, കാണാം. ശരി. എന്തായാലും നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് പാളി. ആൾക്ക് ഓടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. വേറൊരാളുടെ വണ്ടി എങ്ങനെയാണ് കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾക്ക് തരുന്നത്. സോ ലിവിച്ച്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് പാളിയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വണ്ടി ഇതുപോലെ ഓടിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ വെളിയത്ത് മോട്ടോഴ്സിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ കട്ടപ്പന വന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാവുന്നതാണ്. ഇനിയല്ല, നിങ്ങൾ ഇടുക്കി ജില്ലയിൽ എവിടെയുള്ള ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ അതത്ര എഫക്റ്റീവ് ആവില്ല എന്ന് തോന്നിയോണ്ട് മാത്രമാണ് എൻഫീൽഡിലെ കോൺടാക്ട് നമ്പർ തരുന്നത്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വണ്ടി ഓടിച്ചു നോക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. അവർ ഡയറക്റ്റ് എൻ്റെ കോൺടാക്റ്റ് തരും. നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങളുടെ ടൈമിൽ ഞാൻ വണ്ടി എത്തിച്ചു തരുന്നതായിരിക്കും. സോ അങ്ങനെയൊക്കെ പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ അടുത്ത ഫ്രണ്ടിനെ തപ്പി പോകാം. ഇന്നെന്തായാലും ഫുൾ ഫ്രീ ആണ്. നമ്മുടെ അടുത്ത് വണ്ടിയുണ്ട്, വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടുണ്ട്. സോ ഒന്നും നോക്കാനില്ല. നമ്മുടെ അടുത്ത് വണ്ടിക്കകത്ത് പെട്രോളും ഉണ്ടെങ്കിൽ പിന്നെ എന്താ നോക്കണ്ടേ. ഒരു ADV 250 ആണ് പോയത്. ടോറിങ് ആണെന്ന് തോന്നുന്നു. ഒന്ന് ചോദിച്ചു നോക്കാം. അതൊരു ADV 250 അല്ലേ പോണേ? തമിഴ്നാട് രജിസ്ട്രേഷനാണ്.
സോ സ്ട്രേഞ്ചർ ആയിട്ടുള്ള നമുക്ക് തരുമോ എന്നറിയില്ല. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ് നമുക്ക് കൊടുക്കാം. ഹായ്, തിരക്കിലായിരുന്നോ? மலையாளம் எனக்கு வந்து ஒரு யூடியூப் சேனல் இருக்குது. ஓகே, நான் ஜென்ரலாக வந்து பண்ணுற கண்டென்ட் என்னென்னு பார்த்தீங்க, ஸ்ட்ரேஞ்சர்ஸுக்கிட்ட பற்றி போய் பேசி அவருக்கு தேவைன்னா என்னோட பைக்கை அவங்கக்கிட்ட ஸ்வாப் பண்ணி ஓட்டுவார். இது வந்து ராயல் என்ஃபீல்டு ஹிமாலயன் தான் தெரியும்னு நினைக்கிறேன். ஓகே, உங்களுக்கு இன்ட்ரெஸ்ட் இருந்ததுன்னா இந்த வண்டி ஓட்டி பார்க்கலாம். ஓகே, எனக்கு அவ்வளோ தமிழ் தெரியாதானே. எந்த ஊர் நீங்கள்? ஓ, தமிழ் தெலுங்கு. Okay. If you are interested, let us swap the vehicles. Fine. And I do have a channel on YouTube. If you want, just check my channel. I am a genuine person. Fine. Whenever you want to stop, just stop it. Otherwise, I will just follow you. Okay? Yes. Sorry, what's your name? Banu. I guess it's a 2021 model or 2023. Oh, recent vehicle. ഓക്കെ, നമുക്ക് 2 ആന്ധ്രാപ്രദേശുകാരെയാണ് കിട്ടിയിരിക്കുന്നത്. ADVയും അടിപൊളിയാണല്ലോ. വണ്ടി സ്ട്രെസ് ചെയ്യുന്നേ ഇല്ല, സ്പീഡ് എടുക്കാൻ ടൈം ഇരിക്കുന്നില്ല. നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ തോന്നുന്നു. ഇഫ് യു വാണ്ടഡ് ടു സ്റ്റോപ്പ്, ജസ്റ്റ് ലെറ്റ് മീ നോ, ഐ വിൽ ഡ്രോപ്പ്. And this is a showroom actually. I took the vehicle from here. Okay, ഹിമാലയനിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പം ജസ്റ്റ് ആ പവർ ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. റൈഡിങ് ഫീൽ ആൻഡ് എർഗണോമിക്സ് എല്ലാം പക്കായിട്ടുണ്ട്. I couldn't get you properly. You are saying that you want to drive that or? Okay, fine. This is my hometown actually. This is called Kattapana. You can either come with me or... Fine. Shall we go? ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം സ്ലോയിൽ പോയി കഴിഞ്ഞപ്പോൾ വണ്ടി ഹീറ്റ് ചെയ്യുന്നുണ്ട്. അത്ര ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഹീറ്റിംഗ് ഒന്നുമല്ല, പക്ഷേ ഹീറ്റിംഗ് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റ് കാലിലാണ് ഹീറ്റിംഗ് അറിയാൻ പറ്റുന്നത്. Sorry, Tom. Because otherwise there will be no opportunity to get overtake from that bus. ഓക്കെ, ആദ്യമായിട്ടാണ് നമ്മൾ ഇത്ര ലോങ് ഒരു സ്വാപ്പ് ചെയ്യുന്നത്. എന്തായാലും കൊടുത്ത ആൾക്ക് വണ്ടി അത്ര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആൾ വണ്ടി നിർത്തുന്നില്ല. നമുക്കും കുഴപ്പമില്ല, ആൾ ആവശ്യത്തിന് ഓടിച്ച് ഓക്കെ പറഞ്ഞാൽ മതി. നമ്മൾ പുള്ളിയുടെ പുറകെ പിടിക്കാൻ പില്ലിയൻ വെച്ച് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് നോട്ട് ദാറ്റ് മച്ച് ടാസ്ക് ബിക്കോസ് വഴിയൊക്കെ നമുക്ക് കാണാപ്പാടായതുകൊണ്ട്. 250 is a good touring machine. ADV 250. അപ്പോൾ നമ്മുടെ ഒരു സ്വാഭാവിക വീഡിയോ ഇത്ര എൻജോയ് ചെയ്ത് പോയിട്ടില്ല. സോ ഫൺ. നമ്മുടെ നാട്ടുകാർ പോലും അല്ലാത്ത 2 പേര് നമ്മൾ ഇത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഹാപ്പി. കണക്കാണെങ്കിൽ നമ്മൾ ഇടുക്കി എത്തുമെന്ന് തോന്നുന്നു. ആളോട് നിർത്താൻ ഞാൻ എന്തായാലും പറയുന്നില്ല. ആൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നിർത്തിയേക്കാം. ബ്രദർ, ദർ ഈസ് എ വ്യൂ പോയിന്റ്. ഇഫ് യു വാണ്ട്, ലെറ്റ് us go. Calvary Mode, yes. Like there is a dam view over there. Top dam view. Okay, fine. അവന്മാർ പിന്നെ വണ്ടി മാറി എടുത്തിട്ടുണ്ട്. 2 പേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഹൗസ് ഇറ്റ്? വെരി സ്മൂത്ത്. വുഡ് യു കൺസിഡർ ദിസ് ആസ് യുവർ നെക്സ്റ്റ് വൺ ഓർ? ഫൈൻ. ഫൈൻ. I guess it's your bike. Yeah, my bike. Okay, fine. What?
So, low fuel indicator. Okay, okay, you can fill from there. I will come. ചേട്ടായി ചേട്ടായി ഇതിൻ്റെ അപ്പോൾ നമ്മളൊരു 400 രൂപയ്ക്ക് കൂടി ഇവിടുന്ന് കുടിപ്പിച്ചിട്ടുണ്ട്. എന്താ ഒരു കുടി. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 30 കിലോമീറ്റർ പ്ലസ് എന്തായാലും സ്വാപ്പ് ചെയ്ത് ഓടിച്ച് കഴിഞ്ഞ് ഞാൻ സ്ട്രേഞ്ചറിൻ്റെ തമിഴ്നാട് രജിസ്ട്രേഷൻ ആന്ധ്രാപ്രദേശുകാരൻ്റെ ADV 250 ആണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് 250 ADV ഈസ് എ നൈസ് മെഷീൻ. ലൈക്ക് 250യുടെ ആ ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. LC4C എൻജിൻ വെച്ച 390 250 ഈ വർഷം അവസാനം അല്ല അടുത്ത വർഷം ആദ്യം തന്നെ ഉടനെ ലോഞ്ച് ആവും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ആരും എന്തായാലും പുതിയ 250 390 ADV എടുക്കരുത്. And fine, it's so nice to meet you. Okay, here is the channel, you can to check it out. And I guess I'm leaving now. Yeah, Okay, okay. once again thank you for the ride. GPay is there for ticket. Yes. Bye bye. ഇത്രയും ക്ലോസ് ആകുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ അവരോട് നിർത്തിയൊരു ചായ കൂടെ കുടിച്ചിട്ട് പോകാമായിരുന്നു. കാൽവരി കൊണ്ട് അവർ കയറുമായിരുന്നു. അടിപൊളി വ്യൂ നമുക്ക് കൊടുക്കാമായിരുന്നു. പുള്ളി പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പീസ്ഫുൾ ലൊക്കേഷൻസിലൊക്കെ കൊണ്ടുപോയിരുന്നു. പക്ഷേ അത് നിർബന്ധിക്കേണ്ടതായിരുന്നു. ലാസ്റ്റ് ജനറേഷൻ വരെ ഡൊമിനാർ ഒരു പക്ക ഓഫ് റോഡർ എന്നായിരുന്നു. ഒരു ടൂറിങ് ഓറിയൻറ്റിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ക്രൂസിങ് സ്പീഡ് വലിയൊരു പ്രശ്നമായിരുന്നു. ഒരു 80-90 100-ന് പുറത്ത് പോകുമ്പോൾ ഉള്ള വണ്ടിയുടെ വൈബ്രേഷൻ കംപ്ലീറ്റ്ലി പരിഹരിച്ചുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഹൈവേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസിലി 130+ ക്രൂസ് ചെയ്യാം. ഇനി ഇതുപോലെ ചെറിയ റോഡ്, കർവി റോഡ്, ഹൈ റേഞ്ച് ഒക്കെ ആണെങ്കിലും അജാതി ഫണ്ണാണ് ഓടിക്കാൻ. കാര്യം ലോ റേഞ്ച് ഹിമാലയൻ 411 അത്ര പോരെങ്കിലും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് മിഡ് റേഞ്ചിൽ വണ്ടി നമ്മളെടുത്ത് ഫുൾ ചെയ്യും. സോ നമുക്ക് നെക്സ്റ്റ് അമിഗോനെ തപ്പി പോവാം. ഇത് നമ്മുടെ അമിഗോയാണ്. അല്ല, അതൊരു ഡൊമിനാറിലേ പോകുന്നത്. 400 ആണ്. സോ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. ഹായ്, തിരക്കിലായിരുന്നോ? ആയിരുന്നോ? ഓക്കെ, ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. തിരക്കിലാണെങ്കിൽ കുഴപ്പമില്ല, കാണാം. ശരി. ആൾ വളരെ ശാന്തമായിട്ടാണ് പോകുന്നത്. പക്ഷേ സിമ്പിളായിട്ട് തിരക്കിലാണെന്ന് പറഞ്ഞു. നോ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ തേർഡ് അറ്റംപ്റ്റ് ഇന്നത്തെ ഫെയിൽഡായിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു ഡൊമിനാറിലായിരുന്നു, അത് ചീറ്റി. സെക്കൻഡ് അറ്റംപ്റ്റ് പിന്നെ ഇത്രയും സക്സസ് ആവാനില്ല. അവർക്ക് വണ്ടി തരാൻ മൈൻഡ് ഇല്ലായിരുന്നു. ഞാൻ ചെല്ലുമായിരുന്നെങ്കിൽ അവർ 3-നും ഇത് ഓടിച്ച് പോയേനെ. നമുക്കങ്ങനെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇപ്പം ഫ്രീ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കയറിപ്പോയേനെ. 3 നല്ല കമ്പനിയായിരുന്നു അവർ. സോ ഒരു കപ്പിൾസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവരോട് ചോദിക്കണം, വേണ്ട, അവർ സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലായിരിക്കില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഗേൾഫ്രണ്ടൊക്കെ പുറകെ ഇരിക്കുമ്പോൾ വണ്ടി തരാനായിരുന്നു താല്പര്യപ്പെടില്ല. സോ അത് വിട്ടു. നമുക്ക് അടുത്ത ആളെ നോക്കാം. ഇനി നിങ്ങളൊരു പുതിയ ബൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ABS. ഡുവൽ ചാനൽ ABS ഉള്ള മോഡൽ തന്നെ ചൂസ് ചെയ്യുക. കാര്യം ഒരു എമർജൻസി കണ്ടീഷനിൽ ABS നമ്മൾ എത്രത്തോളം സേവ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ ഫേസ് ചെയ്തവർക്ക് മനസ്സിലാവുള്ളൂ. സോ
മാക്സിമം സിംഗിൾ ചാനലും പ്രിഫർ ചെയ്യുന്നില്ല. കാര്യം റയർ വീല് ലോക്കപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോകും. സോ എന്തൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞാലും ഡ്യുവൽ ചാനൽ ABS ഉള്ള മോട്ടോർ സൈക്കിൾ മാത്രം ഓടിക്കുക. റോഡിൽ ഓടിക്കുമ്പോൾ എപ്പോഴും റയർ ABS ഓണായി ഇടുക. സോ അതൊരു ഹിമാലയനാണ് പോകുന്നത്, നമുക്ക് പറ്റിയ എതിരാളി. ഹായ്, തിരക്കിലായിരുന്നോ ബ്രോ? ആ, ഞാനേ ഒരു യൂട്യൂബ് ചാനൽ ഓൺ ചെയ്യുന്നുണ്ട്. വൈപ്പർ സാൻഡ എന്ന ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റാൻഡം ആയിട്ടുള്ള ബൈക്കേഴ്സിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് അവർക്ക് ഓക്കെ ആണെങ്കിൽ ബൈക്ക് സ്വാപ്പ് ചെയ്ത് ഓടിക്കുക. ഇതിപ്പം ഹിമാലയ 450 ലേറ്റസ്റ്റ് വേരിയൻ്റ് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ബ്രോയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി, വേണേൽ എൻ്റെ ചാനലെടുത്ത് ചെക്ക് ചെയ്ത്. ഞാൻ ഇങ്ങനെ റാൻഡം ആയിട്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ബൈക്ക് സ്വാപ്പ് ചെയ്ത് ഓടിച്ച് വീഡിയോകൾ ചെയ്യാറാണ് പതിവ്. ബ്രോയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വേണേൽ ഇപ്പം ഒന്ന് ഓടിച്ച് നോക്കാം. ഞാൻ ഇതെടുത്ത് പുറകെ വരാം. ഓക്കെ, ഇപ്പം എങ്ങോട്ടാ ബ്രോ? ഇങ്ങനെ പോവുക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എടുത്തോ. നിർത്തുന്ന എപ്പോഴാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നിർത്തിയാൽ മതി, ഞാൻ ബാക്കിൽ വന്നോളാം. ഓക്കെ, ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളിൽ തന്നെ കിട്ടി വണ്ടി ഓടിക്കാൻ പറ്റിയ 411 ഓണറാണ്. ആള് ഫുൾ ടാങ്ക് ഒക്കെ എണ്ണ അടിച്ച് ഇതാ വെറുതെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ എങ്ങോട്ടേലും പോയേക്കാം എന്നാണ് പറയുന്നത്. നമ്മുടെ സെയിം മൈൻഡ് സെറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങോട്ടാന്ന് വെച്ചാൽ വിട്ടു, ഞാൻ ബാക്കിലുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ വണ്ടി എടുക്കുക, ഇങ്ങനെ ഇറങ്ങുക, പെട്രോൾ അടിക്കുക, ഓടുക, പെട്രോൾ അടിക്കുക, ഓടുക, കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണുക, കഴിക്കാത്ത ഫുഡുകളൊക്കെ കഴിക്കുക, ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് പെട്ടെന്നുണ്ടാകുന്നൊരു സൗഹൃദം ഉണ്ടല്ലോ. അത് നമുക്കറിയാം. നമ്മൾ രണ്ടുപേരും പിന്നെ കാണാൻ പോലും പോകുന്നില്ല, ഇനി കാണാൻ സാധ്യത പോലും ഇല്ലാത്ത രണ്ടുപേര് തമ്മിൽ പെട്ടെന്നുണ്ടാകുന്നൊരു സൗഹൃദം ഉണ്ടല്ലോ. ആ സൗഹൃദത്തിൻ്റെ പുറത്ത് ആൾ അയാളുടെ സ്വന്തം ബൈക്ക് വരെ എൻ്റെ തന്നിട്ട് പോയിരിക്കുകയാണ്. ഇറ്റ്സ് ഹിറ്റ് ഡിഫറെൻ്റ്ലി. അതാണ് പണ്ട് മുതലേ ഞാനിങ്ങനെയാണ്. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. സ്ട്രേഞ്ചേഴ്സിനെ ജസ്റ്റ് ഒന്ന് നോക്കി സ്മൈൽ ചെയ്യും, തിരിച്ച് സ്മൈൽ ചെയ്യുന്നവരുമായിട്ട് പിന്നെ നമ്മൾ സംസാരിക്കാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ സംസാരിക്കുന്നു, കമ്പനി ആവുന്നു. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുമാണ്. കാര്യം നമ്മുടെ ഒരു സർക്കിൾ എന്നുള്ള രീതിയിൽ ഒതുങ്ങും. ഐ ഡോണ്ട് നോ, ഞാൻ ഒരു മൾട്ടിപ്പിൾ ക്യാരക്ടർ ഡിസോർഡർ ഉള്ള ആളാണ്. 450 411 വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പഞ്ച് തന്നെയാണ് മിസ് ചെയ്യുന്ന. കാര്യം ഇനീഷ്യലി സെയിം ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ ക്ലച്ച് വിട്ട് വണ്ടി എടുത്ത് കഴിയുമ്പോൾ ഓക്കെ സെയിം, ബട്ട് RPM കയറി കഴിയുമ്പോൾ വണ്ടി നീങ്ങാത്ത പോലെ തോന്നും. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മളൊരു 4000 RPM പോകുന്നു. ഇപ്പോൾ 450 ഇങ്ങനെ ഒന്ന് കൈ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോപ്പ് ചെയ്തായിരിക്കും വണ്ടി പോകുന്നത്. പക്ഷേ ഇവൻ മൈൽഡായിട്ടാണ് പോകുന്നത്. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ആക്ച്വലി. ഈ സീറ്റ്സ് ഒക്കെ നമ്മളങ്ങ് വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ. നിങ്ങൾക്ക് എന്തും ചെയ്യണം, ഓഫ് റോഡ് ചെയ്യണം, ഓൺ റോഡ് ചെയ്യണം, ടൂർ ചെയ്യണം, ഹൈ സ്പീഡ് ക്രൂസ് ചെയ്യണം, എല്ലാം ആണ് നിങ്ങളുടെ പർപ്പസ് എങ്കിൽ 450 ഇറ്റ്സ് എ ഫൈനസ്റ്റ് ഓപ്ഷൻ. കൊള്ളാം, എന്തായാലും നൈസ് ടു മീറ്റ് യു. എങ്ങനെയുണ്ടോ ഈ 411 450 വന്നപ്പോൾ എന്ത് തോന്നി? അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു അപ്ഗ്രേഡ് സാധ്യത വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുമോ? നമ്മളതുമായിട്ട് സെറ്റായല്ലേ. വൈപ്പർ സാൻഡ എന്ന ചാനലിൻ്റെ പേര്. അത് തന്നെ, അത് എന്നാ മാറിയിക്കുക, കാണാം. A happy man. Maybe he was not, but now he is happy. അതുപോലെ തന്നെയാണല്ലോ ഞാനും. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പക്ക ഹാപ്പിയാണ്. അല്ലാത്തപ്പോൾ എപ്പോഴും ആവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എൻഫീൽഡിൻ്റെ പാരമ്പര്യം ഇവനും കാത്തു. ഫ്യൂൽ മീറ്ററിൻ്റെ ആക്യുറസി ഇല്ലായ്മ അതൊരു ടൂറിംഗ് ഫീച്ചറായിട്ടാണ് എൻഫീൽഡ് പറയുന്നത്. കാര്യം ശരിക്കും ഫ്യൂൽ ലെവൽ തീർത്ത് കുറയുമ്പോഴാണ് നമ്മളെ ഫ്യൂല് കുറവെന്ന് കാണിക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലപോലെ എണ്ണ കുടിക്കുന്നൊരു വണ്ടി കൂടെയാണ്. സോ നമ്മളൊരു നെക്സ്റ്റ് പമ്പ് ടൂറിങ്ങിൻ്റെ ഇടയിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഫ്യൂല് തീരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഫ്യൂല് കുറവാന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ആൻഡ് സപ്പോർട്ട് ഹോൾ നോ പ്രോബ്ലം. നമ്മുടെ അടുത്ത് ഹിമാലയൻ അല്ലേ. സോ നമ്മളൊരു GT സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആള് ജെറ്റിട്ട് പോയെന്ന് തോന്നുന്നു, കാണുന്നില്ല. ഉണ്ടോ പോകുന്നു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ആൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടിക്കാം. ശരി, ജസ്റ്റ് പുറകെ പോയാൽ നമുക്ക് പുള്ളി കിട്ടില്ല. ഐ ഗസ് ആളെവിടുന്നോ ടേൺ എടുത്ത് പോയി, നമുക്ക് കിട്ടിയില്ല. സോ നമുക്കൊരു GT മിസ്സായി.
ശരി, സാരമില്ല, നമുക്ക് വേണ്ടി നല്ല നല്ല മോട്ടോർ സൈക്കിൾസ് വെയിറ്റ് ചെയ്തു. സോ നമ്മൾ ഹിമാലയൻ്റെ കറക്റ്റ് പർപ്പസിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ശരിയാക്കിയോ? ഇല്ല. അതൊരു എക്സ്പൾസ് അല്ലേ പോകുന്നത്. നമ്മളെ പാസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. പാസ് ചെയ്തപ്പോൾ അവർ നോക്കുന്നുണ്ടായിരുന്നു. തിരക്കിലായിരുന്നു? അല്ല, ഞാനേ ഒരു യൂട്യൂബിലെ വീഡിയോയുടെ ഭാഗമായിട്ട് വരിക. ഒരു ചാനലുണ്ട്, ഞാൻ ജനറലി ചെയ്യാറ് സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈക്ക് സ്വാപ്പ് ചെയ്ത് ഓടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ ഒന്ന് ഞാൻ സ്പോട്ട് ചെയ്താൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഹിമാലയയിൽ ഒന്ന് ഓടിച്ചു നോക്കാം. ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ്? കട്ടപ്പനയ്ക്കാണോ? ഓക്കെ, എന്നാൽ എങ്ങോട്ടാന്ന് വെച്ചാൽ ഓടിച്ചോ, ഞാൻ ബാക്കിൽ വന്നോളാം. നമുക്കിന്ന് കറക്റ്റ് സ്വാപ്പിംഗ് വണ്ടികളാണ് എല്ലാം കിട്ടുന്നത്. നൈസ്. ആദ്യം നമ്മൾ ADV250 കിട്ടി, ദെൻ ഹിമാലയൻ 411 കിട്ടി, ഇപ്പോൾ എക്സ്പൾസ് കിട്ടി. നമ്മൾ എൻ്റെ ലൈനപ്പ് ഓഫ് ADVs ആണ് ഇന്ന് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 411 നിന്ന് എക്സ്പൾസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് ഫീൽ ചെയ്യുന്നു. അറിയില്ല, കുറച്ചും കൂടെ നിമ്പിൾ, അതാണ് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. വെയിറ്റ് വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നു, ഭയങ്കര അജൈലായിട്ട് ഫീൽ ചെയ്യുന്നു. നമുക്ക് എന്തും ചെയ്യാമെന്നൊരു ഫ്രീഡം കിട്ടിയ പോലെ. ആ വെയിറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ബട്ട് ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ടയറിൻ്റെ സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു. നമ്മൾ സ്പീഡ് കയറി കോർണർ ചെയ്യുമ്പോൾ ആ വെയിറ്റിൻ്റെ വ്യത്യാസമാണ്. സോ അവർ നിർത്തുമെന്ന് തോന്നുന്നു. നിർത്തി. സോ താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് പെട്ടെന്ന് എക്സ്പൾസിൽ നിന്ന്? എന്തോ? ഇല്ല, തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് പെട്ടെന്ന് മാറിയപ്പോൾ തോന്നുന്നതായിരിക്കും. ഉണ്ടാവും. വൈപ്പർ സാൻഡ എന്ന ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആണോ? ഓക്കെ, എന്നാ മാറിക്കട്ടെ. ഓക്കെ, എന്തായാലും അവർ പെട്ടെന്ന് നിർത്തി. പക്ഷേ എനിക്ക് അവർക്ക് എല്ലാവരോടും ഓടിച്ചോളാൻ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടാന്നൊരു തോന്നിയുണ്ട്. നമ്മളെ നോക്കിയതും ആ വണ്ടി ഓടിച്ച ആൾ തന്നെയാണ്. നമ്മൾ പാസ് ചെയ്തപ്പോൾ നമ്മളെ നോക്കി. സോ ആവശ്യമുള്ള ആൾക്കാരെ നമ്മൾ പിന്നെയും കൊടുത്തിട്ടുണ്ട്. സോ സിംഗിൾ സിലിണ്ടറിലെ ADV ലൈനപ്പുകളൊക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. നമ്മൾ റെഡ് ലൈൻ ചെയ്യുമ്പോൾ മിററിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അണ്ടർസ്റ്റാൻഡബിൾ. മിറർ വൈബ്രേറ്റ് ചെയ്യുന്നൊരു ഭീകര ഇഷ്യൂ ആയിട്ട് ഞാൻ പറയുന്നില്ല. കാര്യം ഇത്ര വലിയൊരു സിംഗിൾ സിലിണ്ടറാണ്. ഓഫ് കോഴ്സ് റെഡ് ലൈറ്റ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്യും. ഒന്ന് ചോദിച്ചു നോക്കാമല്ലേ. അതൊരു ഡ്യൂക്ക് 390 ആണ് പോകുന്നത്. അറിയില്ല, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസ് ആവുമോ? എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് സൈഡാക്കാവോ? സോറി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യണോ? തിരക്കിലായിരുന്നോ? ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈക്ക് സ്വാപ്പ് ചെയ്ത് ഓടിക്കുന്ന വീഡിയോകളാണ് ചെയ്യാറ്. ഇല്ല, കുഴപ്പമില്ല. ജസ്റ്റ് ബൈക്ക് ഓടിച്ച് നോക്കുന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആണോ എന്ന് അറിയാമല്ലോ എന്നോർത്ത് വന്നതാ. കുഴപ്പമില്ല. ഓക്കെ, ശരി. അത് തന്നെ. ഓക്കെ കേട്ടോ, ആയിക്കോട്ടെ. കുഴപ്പമില്ല. ഫൈൻ, നമുക്ക് പിന്നെ കാണാം. ആയിക്കോട്ടെ. അമ്മ പേടിച്ചു പോയി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് എൻ്റെ അമ്മയാണ് ഇപ്പോൾ പറയുകയിരിക്കുന്നെങ്കിലും എടാ പ്രശ്നമാണ്, വേണ്ട, ഇതേ റിയാക്ഷൻ തന്നെ തരുള്ളൂ. ഇതേ റിയാക്ഷൻ. ഞാൻ ഈ വീഡിയോ ഇട്ട പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേണ്ടതായിരുന്നു. വട ലാൻഡ്സ്കേപ്പ്. ഞാൻ എന്നു മുതൽ ഇതിലെ യാത്ര ചെയ്യാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വെക്കാത്ത കാലം തൊട്ട് ഇതിൽ യാത്ര ചെയ്യുന്നതാണ്. അതൊക്കെ ബസ്സിലായിരുന്നു. നമ്മൾ സൈഡ് സീറ്റ് ചോദിച്ച് വാങ്ങി, മഴയാണെങ്കിൽ വെയിലാണെങ്കിൽ വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ച് കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. മറക്കാൻ പറ്റുമോ?
ആ കാലത്തൊന്നും നമ്മൾ വിചാരിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ ബൈക്കൊക്കെ ആയിട്ട് ഇതിൽ അടിച്ചു പൊളിച്ച് വരാൻ പറ്റുമെന്ന്. ഫീലിംഗ് നൈസ്, ഒന്നും പറയാനില്ല. അതാര് ഡൊമിനറിലേ പോകുന്നത്. നമ്മൾ കുറച്ചധികം നേരം കഠിന പരിശ്രമം നടത്തിയിട്ടാണ് പുള്ളീനെ കിട്ടിയത്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. തിരക്കിലായിരുന്നോ? ഞാനേ യൂട്യൂബിൽ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. വൈപ്പർ സാൻഡ എന്ന ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ റാൻഡമായിട്ട് ട്രാവൽ ചെയ്യുന്ന വഴിക്ക് കാണുന്ന സ്ട്രേഞ്ചേഴ്സുമായിട്ട് സംസാരിച്ച് അവർക്ക് ഓക്കെ ആണെങ്കിൽ ബൈക്ക് സ്വാപ്പ് ചെയ്ത് ഓടിക്കുക ചെയ്യാറ്. ഹിമാലയൻ എന്തോ എന്നാ ഓടിച്ചു നോക്കും. തീർന്നിരിക്കാം. ഓക്കെ, പയ്യെ അങ്ങ് പോയേക്കാം. എൻ്റെ അനങ്ങുന്നില്ല. എനിവേ നൈസ്. ഹാൻഡിൽ കുറച്ച് തിരിച്ചാണ് വെച്ചേക്കുന്നത്. കൊള്ളാം. ഹിമാലയനിൽ നിന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം ലോ എൻ്റെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ത്രോട്ടിൽ ഇച്ചിരി ചോപ്പി ആയിട്ട് ഫീൽ ചെയ്യും. 250 ആണ്. അതാണ് ലോ എൻ്റെ കുറവായിട്ട് തോന്നിയത്. നമുക്കിവിടെ എവിടെയെങ്കിലും നിർത്തിയേക്കാം. എനിവേ താങ്ക് യു സോ മച്ച്. ഹിമാലയൻ ഓടിച്ചിട്ട് എന്ത് തോന്നി? എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് ഉണ്ട്. വൈപ്പർ സാൻഡ യൂട്യൂബിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ജസ്റ്റ് നോക്കിയാൽ മതി. എന്നാ മാറിക്കോട്ടെ. ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ഇടുവാണെങ്കിൽ ഒന്ന് ടാഗ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ഐഡി കാർഡിയോളിക്. ഓക്കെ. ഓക്കെ. ஏண்டா என்ன டென்ஷன் பண்ணுற, എങ്ക பார்த்தாலும் നീ. സോ 450 ഒരു കുടിയൻ തന്നെയാണ്. നമ്മളിപ്പം 800 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. 100+ കിലോമീറ്റർ ഓടി, വീണ്ടും തീർന്നു. ഇനി അടിക്കാൻ പോവാണ്. അപ്പം 450 കമ്പയർ ചെയ്യുമ്പോൾ 411 എന്തായാലും നല്ല മൈലേജ് ഉണ്ട്. നമ്മളതിൻ്റെ മൈലേജ് ടെസ്റ്റ് വീഡിയോ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണാം. അപ്പോൾ ഈ കുടിയനെ കുറച്ചും കൂടെ കുടിപ്പിക്കാം. ഒരു 300 രൂപയ്ക്ക് അടിച്ചാലോ? എനിക്ക് ബില്ലും കൂടെ വേണേ, വണ്ടി നമ്പർ ഒന്ന് വെച്ച്. താങ്ക് യു. ഇട്ടിട്ടുണ്ടേ. ഇതിലെ തന്നെയാണ് നമ്മുടെ ഉറുമ്പിക്കരയ്ക്കും പോകുന്നത്. സോ കയറി നോക്കാം. എന്തായാലും ഹിമാലയൻ കയ്യിലിരിക്കുന്നതുകൊണ്ട് വേറെ ടെൻഷനൊന്നുമില്ല. കയറി പോവുമെന്നോ ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊരു ടെൻഷനും ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിങ്ങനെ എണീറ്റ് നിന്നാൽ മതി, അതവിടെ തീർന്നു. അപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞു. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. സോ ഇനി നേരെ തിരിച്ചു പോയേക്കാണ്. വേറെ സ്റ്റോപ്പ് കാര്യങ്ങളൊന്നുമില്ല. പോയേക്കാം. കൊള്ളാമല്ലോ. Mierda. ഏതാ സീൻ. ഇപ്പം ഇറങ്ങി ഇതിലിങ്ങനെ പോകാൻ തോന്നുന്നു. ടൈം. സോ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാണ്. ദെൻ വൈ ഡോണ്ട് ഐ ടേക്ക് എ ഫോട്ടോ? നമ്മുടെ ആൾക്കാർ ടെസ്റ്റ് ഡ്രൈവ് കിട്ടാതെ ആരും ബുദ്ധിമുട്ടരുതെന്നൊരു ഉദ്ദേശത്തിലാണ്. ജെൻത്രി
തിരക്കിലായിരുന്നോ? ഞാനേ യൂട്യൂബിൽ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. വൈപ്പർ സാൻഡ എന്ന ചാനലിൻ്റെ പേര്. അപ്പം ഞാൻ കട്ടപ്പനയാണ് സ്ഥലം. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അപ്പം ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ഓടിക്കാം, കുഴപ്പമില്ലല്ലോ. തൊട്ടപ്പുറം വരെ എപ്പോഴാ? ഇല്ല, നമുക്ക് പോകാം. ഇപ്പോൾ ബ്രോ എങ്ങോട്ടാ? വീട്ടിലോട്ടാണോ? ഓക്കെ, ഇതെടുത്തോ, പോരെ. നമുക്ക് ജസ്റ്റ് കുറച്ചപ്പുറം എവിടെയെങ്കിലും നിർത്തിയാൽ മതി. ഓക്കെ, പോകാം. ഹിമാലയൻ ഇതിലേക്ക് പെർഫെക്റ്റ് ചേഞ്ച് ആണ് നടത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇത് 400 ആണ്, അത് 450 ആണ്. ആൻഡ് ബോത്ത് ആർ പവർഫുൾ. പക്ഷേ ഡ്യൂക്ക് നമ്മളെ എടുത്ത് എറിയുന്നു. ബിക്കോസ് ഇത് അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. ഹിമാലയൻ്റെ വെയിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വെയിറ്റേ ഇല്ലെന്ന് വേണേൽ പറയാം. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ലുക്സ്. ഇതത്ര അജയിലാണ് ഓടിക്കാൻ. പെട്ടെന്ന് ഞാൻ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഡ്യൂക്ക് കണക്ഷനാണ് തോന്നിയത്. എൻ്റെ അമ്മോ, പിന്നെ ആക്ച്വലി റൈഡ് മോഡ്സ് ഉണ്ട്. അപ്പോൾ ഏത് മോഡിലാണ് കിടക്കുന്നത്? സ്ട്രീറ്റ് മോഡിലാണ്. അത്യാവശ്യം ഫുൾ പവറുള്ള മോഡ് തന്നെയാണ്. ഹിമാലയനെ വെച്ച് നോക്കുമ്പോൾ കൺസോള് കൺട്രോൾ ചെയ്യാൻ സോ ഈസി. ഈ കോക്പിറ്റ് വ്യൂ കൊണ്ട് മാത്രം ഇത് ഓടിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എടുത്തു പോകും. അമ്മാതിരി സുപ്രീം ലുക്കാണ് ഇതിന്. ഈ ഷ്രൗഡ്സൊക്കെ ഇങ്ങനെ ഓറഞ്ച് കളറിൽ പോയിരിക്കുന്നുണ്ടോ? ഓ മാൻ, ആൻഡ് ഇൻസൈൻ ഈ ഡയൽ. എനിക്ക് PS4 390 തന്നെ ഡയൽ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഈ ഡയലും കൂടെ കൊണ്ടുവന്ന് വെച്ചിപ്പോൾ നോക്കി, ഓ മാൻ, ഇതൊരു കുട്ടി സൂപ്പർ ഡ്യൂക്ക് തന്നെയാണ് ഇൻ ടേംസ് ഓഫ് എവറിത്തിങ്. പെർഫോമൻസിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീലാണ് തരുന്നത്. സാധാരണ നമ്മൾ ഈ ഡ്യൂക്കിലേക്ക് കയറി വരുമ്പോൾ പവർഫുള്ളായിട്ട് തോന്നും. പക്ഷേ ഞാൻ ഈക്വലി പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയും കൊണ്ടായിരുന്നു ഇന്ന് ഓൾ ഡേ നടന്നത്. എന്നിട്ട് 390യിലേക്ക് വന്നിട്ട് നമ്മൾ ത്രോട്ടിൽ ചെയ്യുമ്പോഴും ഓ മാൻ, നമ്മളെ പേടിപ്പെടുത്താനുള്ള പവർ അപ്പോഴും ഇതിലുണ്ട്. എനിവേ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയേക്കാം. എനിവേ താങ്ക് യു വെരി മച്ച്. ഇത് എത്ര നാളായി എടുത്തിട്ട്? ജനുവരിയിൽ. 390 ഹിമാലയനിലേക്ക് വന്നപ്പോൾ എങ്ങനെ തോന്നി? അതിൻ്റേതായ ഒരു ഇതല്ലേ. പവർ എങ്ങനെ തോന്നി അത് പറ. യാത്രാ സുഖമുണ്ടല്ലേ? ഓക്കെ, എനിക്ക് അതിൽ നിന്ന് തോന്നിയപ്പോഴും അത് ഓൾമോസ്റ്റ് സെയിം പവർ ആണെങ്കിൽ പോലും ഡ്യൂക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു പുള്ളിങ് ഉണ്ടല്ലോ, അത് വല്ലാണ്ട് തോന്നുന്നു. എന്തായാലും താങ്ക് യു. ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണാം. ശരി കേട്ടോ, പോയേക്കോ എന്നാൽ. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ഹിമാലയൻ ഓടിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ തരാത്തത് അത് ഒരുപാട് പർപ്പസ്ഫുൾ ആവില്ല എന്ന് തോന്നിയോണ്ടാണ് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്ത കട്ടപ്പന വെളിയത്ത് മോട്ടോഴ്സിൻ്റെ നമ്പർ തന്നിരിക്കുന്നത്. ഇവരെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇടുക്കി ജില്ലയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ കൊടുത്താൽ മതി. അവർ ഡയറക്റ്റ് എൻ്റെ കോൺടാക്ട് നമ്പർ ആയിരിക്കും തരുന്നത്. നിങ്ങളുടെ കോൺടാക്റ്റ് എനിക്ക് ഷെയർ ചെയ്യും. ഞാൻ നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങൾക്ക് പറയുന്ന ഡേറ്റിൽ വണ്ടി എത്തിച്ചു തരുന്നതായിരിക്കും. ഇത് ഡേ 2. ഇനി ഒരുപാട് വീഡിയോകൾ ഇതുപോലെ ഒരുപാട് വണ്ടികളായിട്ട് വരാനുണ്ട്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. നിങ്ങൾക്ക് അടുത്തത് ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം നമ്മൾ നോക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കാൻ കൊടുത്ത ആൾക്കാരാണെങ്കിലും ദേ വെർ സോ ഹാപ്പി. അവരുടെ ഹാപ്പി ഫേസ് കണ്ടതാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ട്, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കൊള്ളാമെന്നോ കൊള്ളില്ലെന്നോ മോശമാണ് ഇനി വീഡിയോ ചെയ്യരുത്, വീഡിയോ ചെയ്യണം, ഏത് വണ്ടി ചെയ്യണം, അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ള ടെസ്റ്റ് ഡ്രൈവ് അവൈലബിലിറ്റിയുടെ ഒരു സാഹചര്യം നേരിട്ട് മനസ്സിലാക്കിയോണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് പുതിയ വണ്ടികൾ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ നമുക്ക് തന്നുവിടുന്നതുമല്ല, നമ്മളത്ര എഫേർട്ട് ഇട്ടിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. സോ നമ്മൾ ഇനിയും അടിപൊളി വണ്ടികളുമായിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ
ഓക്കെ ബൈ. ഇത് ഞാൻ സ്ട്രെല്ലിൻ്റെ കട എടുത്താണ് ഈ ഓക്കെ ബൈ പറഞ്ഞിട്ട് മച്ചാൻ്റെ ഒരു ഗിയർ ഡൗൺ ചെയ്തൊരു പോക്കുണ്ട്. ആഹാ